പാലക്കാട് ജില്ലാ വനിതാ ശിശു ആശുപത്രിക്ക് മുന്നിലെ റോഡിൽ വെള്ളക്കെട്ട്. പലപ്പോഴും അഴുക്കുചാലിൽ നിന്നും വെള്ളം റോഡിലേക്കൊഴുകാറുള്ള പ്രശ്നം നിലനിൽക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയും കൂടി ആയതോടെ റോഡിൽ മുഴുവൻ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇരുഭാഗങ്ങളിലും അഴുക്കുചാലുകളുണ്ടെങ്കിലും റോഡിലെ വെള്ളം ഒഴുകിപ്പോവാനുള്ള സൗകര്യമില്ല. നിരവധി രോഗികളും കൂട്ടിരിപ്പുകാരും വരാറുള്ള കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിക്ക് മുന്നിലാണ് ഈ സംഭവം. വാഹനങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്നു പോകുന്നതെന്നും മാലിന്യം നിറഞ്ഞ വെള്ളമായതുകൊണ്ട് അസുഖം മാറാൻ വരുന്ന രോഗികൾക്ക് ഇവിടെ വന്നാൽ അസുഖം കൂടുമെന്നും നാട്ടുകാർ പറഞ്ഞു. താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകനും HMC അംഗവുമായ ബോബൻ മാട്ടുമന്ത പരാതി ഉന്നയിച്ച് സംസാരിച്ചു. ജില്ലാ ആശുപത്രിയിൽ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ചാല് മുഴുവൻ അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജില്ലാ ആശുപത്രിയിലെ ഓപ്പറേഷൻ്റെ ഉൾപ്പെടെയുള്ള മലിനജലവും ബ്ലഡും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മുഴുവൻ ഒഴുകി പോകുന്നത് കുട്ടികളുടെ ആശുപത്രിയിലേക്കാണ്. ഇന്ന് മഴയും കൂടെ പെയ്തോടുകൂടി ഒരടി ഹൈറ്റിലാണ് വെള്ളം കംപ്ലീറ്റും കുട്ടികളുടെ ആശുപത്രിയിലേക്ക് ഒഴുകി പോകുന്നത്. കഴിഞ്ഞ മാർച്ച് മാസത്തിലും ഇതേ വിഷയം ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ തന്നെ പരാതിയും ഇതൊക്കെ ആയപ്പോൾ അന്ന് 2 തൊഴിലാളികളിലോട്ട് ചാല് താൽക്കാലികമായിട്ടൊന്ന് ശരിയാക്കി. പക്ഷേ ഇന്നും ഇതുപോലെ തന്നെ മറ്റേ മലിനജലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മഴ വന്നപ്പോൾ ഈ വിഷയം ഒന്ന് കലക്ടറുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. ഇതിൻ്റെ ഫോട്ടോഗ്രാഫുകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്, വീഡിയോഗ്രാഫുകളും അത് അവർക്ക് അയച്ചു കൊടുക്കുന്നു. UTV ന്യൂസ് പാലക്കാട്.